ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്പ്രിംഗ് റോൾ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്ത് കുറച്ച് സെക്കൻഡുകൾ മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഒന്ന് വൈറ്റ് കളർ ആവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ഇനി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. മസാലകളെല്ലാം നല്ലോണം ഒന്ന് ചിക്കനിൽ പിടിച്ചോട്ടെ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ചിക്കനിലെ പൊടികളൊക്കെ നല്ലവണ്ണം ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കിതിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ 1 ക്യാരറ്റ് അരിഞ്ഞത് ഇതേപോലെ നീളത്തിലായിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി, ക്യാപ്സിക്കവും നീളത്തിൽ തന്നെയായിരുന്നു അരിഞ്ഞിരിക്കുന്നത്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ നമ്മുടെ ബാറ്ററിന് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലെക്സ് ആണ്. നമ്മുടെ സ്പ്രിംഗ് റോളിന് ഒരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോൺഫ്ലെക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോൺഫ്ലെക്സ് ഞാനിവിടെ ഇങ്ങനെ നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതാ ഞാനിവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് 2ആക്കി മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ഷീറ്റിൻ്റെ സൈഡിൽ കുറച്ച് ബാറ്റർ പുരട്ടി കൊടുക്കാം. എന്നിട്ട് മറ്റേ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഷീറ്റില്ലേ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഷീറ്റിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഈ സൈഡ് വശമില്ലേ, ഇത് മടക്കി ഇങ്ങോട്ടേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ അറ്റ ഭാഗമില്ലേ, ഇവിടെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്റർ ഒരു ബ്രഷിൽ മുക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ റോളും റെഡിയാക്കി എടുക്കാം. ഇനി എല്ലാ റോളും നമുക്ക് ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കോൺഫ്ലെക്സും നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാ റോളും നമ്മുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്ത് കോൺഫ്ലെക്സ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ റോളുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ കുർക്കുറെ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നവരേക്കും ബൈ.